ഹായ് ഗൈസ്, നമുക്ക് തൃപ്പാറ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് വരാവേ. മഴയുള്ള സമയത്ത് അവിടുത്തെ കാഴ്ചകളായാലും ഇന്നത്തെ വ്ളോഗ്. വായോ. ബസ് ഇറങ്ങിയിട്ട് കുറച്ചുള്ളിലേക്ക് നടക്കണം ഗൈസ്. എനിക്ക് തോന്നുന്നു ഓട്ടോയ്ക്കാണെങ്കിൽ ഒരു 30-40 രൂപയായിരിക്കും വണ്ടിക്കൂലി വരുന്നത്. 2 വളവോളം ഉണ്ട്. പക്ഷെ നമ്മൾ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞ് വരണമല്ലോ. അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് അറിയത്തില്ല. കാരണം നല്ല മഴയാണ്. ബസ്സിലിരുന്നപ്പോൾ ഒരു അമ്മ പറയുന്നത് കേട്ട് അവിടുത്തെ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിട്ട് വിഗ്രഹമൊക്കെ എടുത്തിട്ട് അതിനടുത്തായിട്ടൊരു വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. തിരികെ വീണ്ടും വന്നിട്ടുണ്ടെന്നും പറയുന്നു. അപ്പം നമുക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല അവിടുത്തെ കണ്ടീഷൻ എന്താണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാരണം ഇത് ആറിൻ്റെ നടുക്കായിട്ടാണ് ഗൈസ് ഈ ഒരു ക്ഷേത്രം. ഇതാണ് ഗൈസ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഇതിലെ കൂടിയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ആ മുൻഭാഗം കാണുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ചില തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കാണുന്ന ചില ക്ഷേത്രങ്ങളുടെ ഒരു മുൻഭാഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനിവിടെ ആദ്യമായിട്ടൊന്നും അല്ല പോകുന്നത് കേട്ടോ, പക്ഷേ വ്ളോഗ് എടുക്കുന്നത് ആദ്യമാണെന്ന് മാത്രം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ അച്ചൻകോവിലാർ അങ്ങനെ നിറഞ്ഞ് പരന്ന് കിടക്കുന്നതാണ് ഗൈസ് കാണുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് നമ്മൾ പറയുന്നത്. മേൽക്കൂരയില്ല. സൈഡിൽ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് ഉണ്ട് െങ്കിൽ പോലും നമ്മുടെ പ്രധാന പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഭാഗം കോവിൽ എന്ന് പറയുന്നത് ഇതാണ്. മഹാദേവനാണ് പ്രതിഷ്ഠ. പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്ന ഭാഗമൊക്കെ നമ്മൾ ചുറ്റു തൊഴുന്ന ഭാഗമായിരുന്നു. പക്ഷെ അവിടെ ഒക്കെ വെള്ളം കയറിയിട്ട്, വെള്ളം മാത്രമല്ല ഗൈസ്, ആ വെള്ളം കയറിയിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ മുഴുവനും ചെളിയാണ്. അപ്പം അവിടെ നിന്നിട്ട് അവരെല്ലാം ആ ചെളി നീക്കം ചെയ്യുകയാണ്. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ സാധാരണഗതിയിൽ അവിടെ നിറയെ ആളുകളൊക്കെ പലപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇന്ന് മഴയായിട്ടായിരിക്കാം ആളുകൾ വളരെ കുറച്ചായിരുന്നു. ഈ ഭാഗത്തൊക്കെ നമ്മൾ നിന്ന് തൊഴുന്നതായിരുന്നു. ഞാൻ പിന്നെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടാണ് കുറച്ച് നേരം തൊഴുതത്. ചുറ്റുകറങ്ങി തൊഴുന്ന രീതിയൊന്നും ഇന്ന് പറ്റത്തില്ലായിരുന്നു നമുക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര ഒരു അഴകാണ്. കാരണം കുത്തി ഒഴുകി പോകുന്ന ആ ആറും പിന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആംബിയൻസും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അത് പറയുമ്പോഴും അവിടെ നിൽക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ ഒരു ഭയമുണ്ട് ഗൈസ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ വെള്ളമേറി വലിയൊരു ഇഷ്യൂവിലോട്ട് പോകാം എന്നുള്ളൊരു ഭയം നമുക്കവിടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ആ ചുറ്റും ഇങ്ങോട്ട് മാറി നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ എൻ്റെ മുഖത്തെ ഒരു ഹാപ്പിനെസ്, അല്ലെ ഒരു സന്തോഷം, അല്ലെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം ഒരു സെക്ഷനാണല്ലോ, ഈ ചന്ദനവും മറ്റേ അർച്ചനയൊക്കെ കിട്ടിക്കഴിയുമ്പം അത് വെച്ചിട്ട് നീട്ടിയുള്ളൊരു ഒരു സ്റ്റില്ല്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഓടിട്ട ഭാഗമൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കുമായിരുന്നു. ഇവിടമാണ് ഗൈസ് കാണേണ്ടത്. എന്ത് രസമാണ് കാണാനെന്നറിയാവോ? ഈ സർപ്പക്കാവാണ്. പക്ഷെ അതിനകത്തോട്ട് എൻട്രി ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഇരുട്ട്. ഇനി മഴയും കൂടെ ആയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ഇരുട്ട്. പിന്നെ ഞാൻ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നിടം അതുപോലെ അങ്ങ് എടുത്തില്ല. പക്ഷേ അവിടെ കാണാൻ ഡാർക്കാണ് ഗൈസ്, ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനെ കൊണ്ട്. എനിക്ക് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ചില സിനിമകളിലേക്ക് ഒരു വ്യൂ പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ അവിടെ വന്ന് നിന്നിട്ടുണ്ടല്ലോ കുറച്ച് നേരം ഇങ്ങനെ ദൂരേക്ക് നോക്കി, ആ ആറൊക്കെ ഇങ്ങനെ നോക്കി. എനിക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയും അത്ഭുതവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിങ്ങനെ നോക്കി കുറേ സമയം അങ്ങനെ അങ്ങ് നിന്നു. ഭയങ്കര എന്തോ ഒരു ഞാൻ അതിനകത്ത് എന്തൊക്കെയോ ഒരു എസ്തെറ്റിക് കാണുകയാണ് ഗൈസ്. അതെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ ഒച്ച നന്നായിട്ട് അടച്ചിരിപ്പുണ്ട് കേട്ടോ. നിങ്ങളെൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാകാം. പിന്നെ ഞാൻ തന്നെ വീണ്ടും ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്, എൻ്റെ മുഖത്ത് തന്നെ നോക്കി. എന്താണാവോ, സന്തോഷം കൊണ്ടുള്ള ചിരിയാണോ എന്താണോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തായിരുന്നു, ഈ വിഗ്രഹം വെള്ളം കയറിയിട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഇതിനോട് തന്നെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള തൃക്കോവിലെന്ന് പറഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു വെച്ചിട്ട് പൂജ നടത്തിയിരുന്നത്. പിന്നെ വീണ്ടും വെള്ളം ഇറങ്ങിയപ്പോഴാണ് തിരികെ ഇവിടേക്ക് കൊണ്ടുവന്നത്. തൃപ്പാറ എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. അപ്പം പവിത്രമായ ശിലയുടെ സമീപത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട കൊണ്ട് ഇതിനെ തൃപ്പാറ എന്ന് അറിയപ്പെടുന്നു എന്നാണ് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിനെയൊന്നും നമുക്കൊരു ചരിത്രമായിട്ട് ഒരിക്കലും എടുക്കരുത്. കാരണം ഇതിനെയൊന്നും നമുക്ക് അറിയത്തില്ല, തെളിവുകളില്ലാത്ത കാര്യങ്ങളാണ്, ആളുകൾ പറഞ്ഞു വെച്ച കഥകളിൽ നമ്മൾ അറിയുന്നതാണ്. അങ്ങനെ ആരും നിങ്ങൾ കരുതുകയും വേണ്ട. പിന്നെ ഓരോ സ്ഥലത്തിനും ഉണ്ടാകുന്ന ക്ഷേത്രങ്ങൾക്കും സ്ഥലത്തിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പിന്നാമ്പുറം കാണുമല്ലോ. ഇത് അമ്പലത്തിൻ്റെ വെളിയിലേക്കുള്ള ഭാഗമാണ്. അവിടെയും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, റോഡിലേക്ക് നടന്നു വന്നപ്പോൾ കണ്ടൊരു വ്യൂ ആണിത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര എടുക്കണമെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടെ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റ.